ആഭിചാരക്രിയകൾ കൊണ്ട് ആ ഗ്രാമത്തെ മുഴുവൻ സന്യാസി തന്റെ വരുതിയിലാക്കി. ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന അഹന്തയിൽ ആഭിചാരക്രിയകൾ നടത്തിക്കൊണ്ടേയിരുന്നു. പുള്ളുവനാട് എന്നൊരു ഗ്രാമം. കർഷകരായ ഒരു കൂട്ടം ജനത. ദൈവികത നിറഞ്ഞു നിന്ന ഒരു നാട്. ആ ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി വരുന്നു. ആ ജനത ആ സന്യാസിയെ ഒരു അതിഥിയെപ്പോലെ സ്വീകരിച്ചു. ഒഴിഞ്ഞുകിടന്ന ഒരു വീടും ഈ സന്യാസിക്കായി തുറന്നുകൊടുത്തു. എന്നാൽ അവൻ ഒരു സന്യാസി ആയിരുന്നില്ല, മറിച്ചു ആഭിചാരക്രിയകൾ കൊണ്ട് തന്റെ കാര്യങ്ങൾ നടത്തി എടുക്കുന്ന ഒരു പൈശികതന്ത്രിയായിരുന്നു ഇയാൾ. ആ ഗ്രാമം ആദ്യമായി നിശബ്ദത നഷ്ടപ്പെടുത്തി. മുന്നിലേക്ക് പോകുന്ന ഓരോ ദിവസവും ആ ഗ്രാമവാസികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. തെക്കൻ കാറ്റിന്റെ ഗതി മാറി. വായു മലിനമാകാൻ തുടങ്ങി. കൃഷികൾ ഓരോന്നായി നശിക്കാൻ തുടങ്ങി. മൃഗങ്ങൾ, പശുക്കൾ എല്ലാം ചത്തുപോകുന്നു. ആ ഗ്രാമവാസികൾ ആകെ സങ്കടത്തിലായി. ആ ഗ്രാമവാസികൾക്ക് തങ്ങളുടെ സമ്പാദ്യങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടാൻ തുടങ്ങി. ആ ഗ്രാമത്തിലെ ജനത ഓരോരുത്തരായി ആ ഗ്രാമം ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങി. പച്ചപ്പണിഞ്ഞ ആ ഗ്രാമം ഇപ്പോൾ ചുടുകാടായി മാറി. ആ സന്യാസി ഓരോ ദിവസം കഴിയുംതോറും തന്റെ ശക്തി ആവാഹനത്തിലൂടെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. സന്യാസിയുടെ ആഭിചാരമന്ത്രം ഒടുവിൽ ഗ്രാമത്തെ പൂർണ്ണമായി കീഴടക്കി. പുള്ളുവനാട് എന്ന ഗ്രാമം ഇന്ന് ഇല്ല, എല്ലാവരും നശിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. പടിഞ്ഞാറാൻ കുന്നിൽ ഒരു ചാരം മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്.